ഗുഡ് ഈവനിങ് ജാൻ. ഗുഡ് ഈവനിങ് മാം. ഓക്കെ. സ്കൂളൊക്കെ അടച്ചോ? എന്നാ നിങ്ങളുടെ സ്കൂൾ അടച്ച്? ഇന്നോ? നിങ്ങൾക്ക് എക്സാം എല്ലാം ഉണ്ടോ? ക്രിസ്മസിന്റെ വല്ലതും പറഞ്ഞോ സ്കൂളില്? കഴിഞ്ഞോ? ഓ ശരി ശരി. അതിന് ബയോളജിക്ക് എത്ര ചാപ്റ്റർ ആയിരുന്നു? ബയോളജി ഇല്ലായിരുന്നു തോന്നുന്നല്ലേ? ഇല്ലായിരുന്നു. ആ ശരി. ഈ ചാപ്റ്റർ തീർന്നല്ലോ സ്കൂളില്. റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ് തീർന്നല്ലേ? നമുക്കിനിയും കുറച്ചുകൂടെ ഉള്ളൂ. അതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എവിടെ വരെയാ നമ്മൾ പഠിച്ചത്? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓർമ്മയില്ല? എവിടെ? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ഈ ചാപ്റ്ററിൽ? Role of hormone in completing the life of history of insect and frogs. അത് പഠിച്ചില്ല. അത് എടുക്കാതെ. എന്താണ് എടുക്കാമെന്ന്? അത് എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എന്താണെന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് നോക്കിയെങ്കിലും പറ. ഹോർമോൺ അതർ ദാൻ സെക്സ് ഹോർമോൺ. പിന്നെ പല ടൈപ്പ് ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ ബോയ് ഓർ ഗേൾ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിച്ചില്ലേ? സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിച്ചു. സെക്സ് ഹോർമോൺസ് അല്ലാത്ത കുറച്ച് ഹോർമോൺസിനെ പറ്റി പഠിച്ചു. അതെല്ലാം നമ്മൾ പഠിച്ചില്ല.
ഏതൊക്കെ ഗ്ലാൻസ് എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മൾ പഠിച്ചേ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, ആ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പിന്നെ ഏത് ഗ്ലാൻഡ് ആണ്? കിഡ്നിക്ക് മുകളിലായിട്ട് കാണുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ്. ആ പിന്നെ അടുത്ത ഗ്ലാൻഡ് ഏതാണ്? ഒരു യെല്ലോ കളറിൽ കാണുന്ന ഗ്ലാൻഡ് ഏതാണ് അവിടെ കിഡ്നിയോട് ചേർന്ന്? പാൻക്രിയാസ്. ആ ദെൻ പിന്നെന്താണ്? പിന്നത്തെ രണ്ട് ഏതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? ഓവറി, ടെസ്റ്റിസ്. പൊസിഷൻ ഓഫ് ദി ഓവറി ഇൻ ടെസ്റ്റിസ്. പൊസിഷൻ ഓഫ് ദി ഓവറി ഇൻ ഫീമെയിലിൽ എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. അവര് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഓവറി ഇന്നടത്താണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പൊസിഷൻ കാണിക്കാനാണ് അവരങ്ങനെ സെന്റൻസിൽ എഴുതിയേക്കുന്നത്. അല്ലാതെ ഓവറിന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓവറി, ടെസ്റ്റിസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബ്രെയിനിന്റെ അടുത്താണ് കാണുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് നെക്ക് റീജിയനിൽ. അഡ്രിനൽ ഗ്ലാൻഡ് അബോവ് ദ കിഡ്നി, അതിൻ്റെ അടുത്ത് തന്നെ പാൻക്രിയാസ്. ഓവറി യൂട്രസിന്റെ അടുത്തും. ടെസ്റ്റിസ് എവിടെയാ കാണുന്നത്? മെയിൽ സെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റിസ്. അത് എവിടെയാ കാണുന്നത്? മെയിൽ സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഓവറിയുടെയും ടെസ്റ്റിസും റിലീസ് ചെയ്യുന്ന സെക്സ് ഹോർമോൺസ് ഏതാണെന്നും അതിനെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. പിറ്റ്യൂട്ടറി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഓവറിയും ടെസ്റ്റിസിന്റെയും ഹോർമോണിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതില് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് പറയാമോ? തൈറോക്സിൻ. ഓക്കെ. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു ഇനാക്റ്റീവ് ആകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാണ്? ഇൻസുലിൻ. അല്ലല്ല, അതല്ല. തൈറോയിഡ് ഗ്ലാൻഡ് ഇനാക്റ്റീവ് ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാണ്? അതായത് തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാണ്? ഷെഹസാദയ്ക്ക് പറയാമോ? ഷെഹസാദയല്ലേ ഇപ്പം ജോലി ചെയ്തേക്കുന്നേ? അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഗോയിറ്റർ. ഓക്കെ, ഗോയിറ്റർ. എന്താണ് ഗോയിറ്ററിന്റെ ഒരു സിംറ്റം? എന്താണ് ഗോയിറ്റർ ആണെന്ന് ഒരാളെ കാണുമ്പോൾ ഗോയിറ്റർ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ത്രോട്ട് വെരി ബിഗ് ആൻഡ് ബൾജിങ് അല്ലേ? ത്രോട്ട് ബിഗ് ആയിട്ട് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. അത് ഗോയിറ്ററിന്റെ ഒരു സിംറ്റം ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ, when thyroid gland is not producing enough thyroxine, then this disease is caused. ഗോയിറ്റർ എന്ന് പറഞ്ഞ ഡിസീസ് അന്നേരമാണ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇൻസുലിൻ
ഓക്കെ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? പാൻക്രിയാസ് ആണ്. ഓക്കെ. ഈ പാൻക്രിയാസ് ഇൻസുലിനെ when the pancreas was not producing enough insulin, അതായത് പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഏതാണ് ജാൻ? When the insulin was not producing when the pancreas was not producing enough insulin, then what the condition is called? Then the condition is called, അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ പറയുന്നേ? പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ എനഫ് ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷൻ എന്താണ്? ഏതാ? ഇൻസുലിന് കേൾക്കുമ്പോഴേ അറിയരുത്. ഏതാണ്? കേട്ടില്ല ഞാൻ. ക്വാളിറ്റി ഉണ്ടാവില്ല. അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ആകാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാണ്? ഇൻസുലിൻ കേൾക്കുമ്പോഴേ അറിയാമല്ലോ ഏതാണ് ആ കണ്ടീഷന്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന ആരാ? സിറിഞ്ചോ? ഏത് കണ്ടീഷനുള്ള ഒരു വ്യക്തിയാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ചുമ്മാതിരിക്കുന്നവരെ പോയി ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുവോ? ഇല്ല. പിന്നെ ആരാണ് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ശരീരം ഏതൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നത്? ഷെഹസാദിക്ക് പറയാമോ? അതായത് when the pancreas was not producing enough insulin, അങ്ങനെയാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു കണ്ടീഷൻ ഉണ്ടാകും. അതേതാണ്? ഡയബറ്റീസ്. ഞാൻ കേട്ടിട്ടില്ലേ ഡയബറ്റീസിനെ കുറിച്ച്? കേട്ടില്ല. പറഞ്ഞായിരുന്നു ഡയബറ്റീസ് എന്ന്? എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആയ പോലെ തോന്നി വോയിസ്, അതായിരിക്കും കേട്ടോ. അതായത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാല് ഷുഗർ ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ചില ആൾക്കാർക്ക്, അതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചിലർക്ക് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുവേ. ചിലപ്പോൾ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എടുക്കും. ചില ഡോക്ടേഴ്സ് ഫുഡിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറയും, ചിലർ ടാബ്ലറ്റ് കൊടുക്കും. ഇത് രണ്ടും കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഡയബറ്റീസിനെ എങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പാൻക്രിയാസിനെ പറ്റി. പിന്നെ അഡ്രീനൽ ഗ്ലാൻസ്, കിഡ്നിയുടെ തൊട്ട് മുകളിലായിട്ട് അഡ്രീനൽ ഗ്ലാൻസ് നമ്മൾ കണ്ടു. ഈ അഡ്രീനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. ആ പേരിൽ തന്നെ ഉണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. എന്തിനാണ് അഡ്രിനാലിൻ? എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹോർമോൺ? എന്തിനു വേണ്ടിയാണ്? അതേപോലെ തന്നെ ഈ അഡ്രിനൽ ഗ്ലാൻസിന് വേറൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട്. ഈ നമ്മുടെ ശരീരത്തിലെ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അഡ്രിനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. കാൽസ്യം, സോൾട്ട്, ഇതിനെയൊക്കെ നമ്മുടെ ശരീരത്തിലെ സോൾട്ട് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അതേപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ് ഈ അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ,
നമ്മുടെ ബോഡിക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്താണ് നമ്മുടെ ബോഡിക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് വരും, അതായത് പേടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യുവാനാണ് ഈ അഡ്രിനൽ ഹോർമോൺ ഉണ്ടാകും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ റോഡിൽ കൂടെ നടന്നു പോകുന്നു. റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു പട്ടിയെ കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ശേഷാതെ എന്ത് ചെയ്യും പട്ടിയെ കാണുമ്പം? കല്ലെടുത്തെറിയും. അല്ല, ഓക്കെ, പേടിയുണ്ടോ പട്ടിയെ കാണുമ്പം? ചെറുതായിട്ട് പിന്നാലെ കൊണ്ടുപോകും. ആ, ജാൻ പട്ടിയെ കാണുമ്പോ എന്താ ചെയ്യുന്നത്? പേടിയുണ്ടോ അതോ പേടിയില്ലാതെ നിൽക്കുവോ? ഒന്നുമില്ല. പേടിയില്ലേ? ഓക്കെ, ഇല്ല. നമ്മള് ഈ ഷെസാദ മ്യൂട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്താൽ മതിയേ. ഇത് മ്യൂട്ട് ചെയ്ത് വെച്ച് ഓക്കെ. അതായത് നമ്മളിപ്പോ രാത്രിയില് മുറ്റത്തേക്ക് ഇറങ്ങുന്നു, നമ്മളൊരു ജീവിയോ എന്തിനെങ്കിലും കാണുന്നു. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? ജാൻ, എന്തായിരിക്കും ജാനിന്റെ അവസ്ഥ? രാത്രിയിൽ മുറ്റത്തേക്ക് ഇറങ്ങുന്നു, നല്ല ഇരുട്ട് സമയം. അപ്പൊ എന്തോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? ജാൻ, ചെറിയ പേടിയുണ്ടാവും. പേടിയുണ്ടാവും അല്ലേ? അന്നേരം ആ ഒരു കണ്ടീഷന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഏത് ഹോർമോണാണ്? അഡ്രിനാലിൻ. അതായത് നമ്മുടെ ബോഡി സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. നമുക്ക് പേടി വരും. ആ രാത്രിയിൽ നമ്മൾ ഇറങ്ങുന്നു, അല്ല ഒരു പട്ടി പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന് ചാടുന്നു, നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് ആകും. നമ്മൾ ആ സമയത്തുണ്ടല്ലോ നമുക്കിങ്ങനെ വല്ലാതെ വരും അല്ലേ? സ്വെറ്റിങ്, ശരീരം മുഴുവൻ വിയർക്കും, ഹാർട്ട് റേറ്റ് കൂടും, പെട്ടെന്ന് നെഞ്ചിടിക്കും. അപ്പം ഹാർട്ടിലേക്ക് പ്രഷർ, ബ്ലഡ് അങ്ങോട്ട്, ഹാർട്ടിന് ഒരുപാട് ബ്ലഡ് വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തല കറങ്ങുന്നു, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്യത്തില്ലേ? പഴയ അവസ്ഥയിലേക്ക് നമ്മൾ വരത്തില്ലേ? അതോ അങ്ങനെ തന്നെ നിൽക്കുവാണോ നമ്മൾ ചെയ്യുന്നേ? നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരും. ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ മുക്തി നേടി നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ. ചിലര് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ അഡ്രിനാലിൻ ഹോർമോൺ ആണ് അവരുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ബോഡി അത്ര സ്ട്രെസ്സായിട്ട് അവരുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടും ഒരു ദേഷ്യപ്പെടുമ്പോഴത്തേക്ക്. അപ്പൊ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ആ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബോഡി ആകെ അങ്ങ് വീക്കായി നമുക്ക് തിരിച്ച് നമ്മൾ പഴയ ഒരു രൂപത്തിലേക്ക് വരത്തില്ല. മനസ്സിലായോ? അതാണ് അഡ്രിനാലിൻ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വറീഡ്, നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലേ? ഒരുപാട് നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷിക്കുന്ന സമയമുണ്ട്. നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അറിയുന്നു, അല്ലെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുന്നു, ഇപ്പൊ നമ്മൾ ഒരുപാട് ഓവർ എൻജോയ് ചെയ്യും, നമ്മൾ ഒരുപാട് സന്തോഷിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കും, ഒരുപാട് പ്രോസസ്സുകൾ നടക്കും. നമ്മുടെ ഹോർമോണിന്റെ ലെവലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമ്മളെ വിയർക്കുന്നു, പേടി വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ സ്ട്രെസ് ഔട്ടായി പോകുന്നു, തല കറങ്ങുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. മനസ്സിലായോ അഡ്രിനാലിനെ കുറിച്ച്? ഷെയർ ചെയ്യാം, 1 മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം.
സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇതാണ് അഡ്രിനാലിൻ. കണ്ടോ? അഡ്രിനൽ ഗ്ലാൻസ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ, ബ്ലഡില് സോൾട്ട് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺസിനെയൊക്കെ അഡ്രിനൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ദ ബോഡി ടു അഡ്ജസ്റ്റ് ടു സ്ട്രെസ് വെൻ വൺ ഈസ് ആംഗ്രി, എംബാരസ്ഡ് ഓർ വറീഡ്. ഓക്കെ. പിന്നെ എപ്പോഴാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡും ഈ അഡ്രീനൽ ഗ്ലാൻഡും ഒക്കെ എപ്പോഴും ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യത്തില്ല. നമുക്ക് ഒരാവശ്യഘട്ടത്തിൽ മാത്രമേ ഇവരൊക്കെ ഹോർമോണിനെ നമ്മുടെ ബോഡിക്ക് എപ്പോഴാണോ ഇവരെ കൊണ്ട് ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ആവത്തുള്ളൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുമാണ് ഇവര് ഇതിനെ സെക്രീറ്റ് ചെയ്യാനുള്ള ഓർഡർ റിസീവ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന വേറെ ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുവേ. ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായ, നമ്മുടെ ബോഡി വളരണ്ടേ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. തൈറോയിഡിന്റെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. പിന്നെ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. നമ്മുടെ ഗ്രോത്തിന്, ഒരു നോർമൽ ഗ്രോത്തിന് ഈ ഗ്രോത്ത് ഹോർമോൺ അത്യാവശ്യമാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇൻസെക്റ്റ്, ഫ്രോഗ്, ഇവരുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഹോർമോൺസ് വേണം. ഫ്രോഗിന്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന്? ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫ്രോഗിന്റെ ലൈഫ് ഹിസ്റ്ററി. ഫ്രോഗ് എങ്ങനെയാണ് ഒരു അഡൽട്ട് ഫ്രോഗ് ആയിട്ട് എത്തുന്നത്, ആ ഒരു ലൈഫിൽ എന്തെല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ട്, ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. പറയാമോ? ജാനിന് പറയാമോ? ഫ്രോഗ് ആദ്യം എന്ത് ചെയ്യുന്നു? എഗ് ലേ ചെയ്യുന്നു, മുട്ടയിടുന്നു. പിന്നെ ആ മുട്ട വിരിഞ്ഞ് എന്തായി മാറുന്നു? ലാർവയായി മാറുന്നു. ആ ലാർവയ്ക്ക് പറയുന്ന പേരാണ് ടാഡ്പോൾ. ടാഡ്പോൾ എന്താകുന്നു? ടാഡ്പോൾ ആണ് അഡൽട്ടായിട്ട് മാറുന്നത്, ഒരു ഫ്രോഗ് ആയിട്ട് അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. ആ ഫ്രോഗിന് ഒരിക്കലും ടാഡ്പോളിനോട് യാതൊരു സാമ്യവും കാണത്തില്ല. ടാഡ്പോളും ഫ്രോഗും തമ്മിൽ ഒരു സാമ്യവും ഇല്ല, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിന്, ലാർവയിൽ നിന്നും അഡൽറ്റിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റമോർഫോസിസ്. മനസ്സിലായോ? ഇൻസെക്റ്റിൽ നടക്കുന്നുണ്ട് മെറ്റമോർഫോസിസ്. ബട്ടർഫ്ലൈയുടെ കാര്യം എടുക്കാമല്ലോ. ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്? ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞാണ് ബട്ടർഫ്ലൈ ആകുന്നത്. ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നു? എഗ് ലേ ചെയ്യുന്നു, പിന്നീട് അത് പ്യൂപ്പയാകുന്നു, പിന്നീട് അത് കാറ്റർപില്ലർ ആകുന്നു. ഈ കാറ്റർപില്ലർ ആണ് ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇൻസെക്റ്റിലും ഉണ്ട് മെറ്റമോർഫോസിസ്, ഫ്രോഗിലും ഉണ്ട് മെറ്റമോർഫോസിസ്. ഇൻസെക്റ്റിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻസെക്റ്റ് ഹോർമോൺ ആണ്. ഫ്രോഗിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഫ്രോഗിൽ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് തൈറോക്സിൻ, ഫ്രോഗിൽ തൈറോക്സിൻ, ഞാൻ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ.
അതുകൊണ്ട് നിങ്ങളോട് അയഡിൻ അടങ്ങിയ ഫുഡൊക്കെ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത്. കൂടുതൽ സോൾട്ടിലാണ് അയഡിൻ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോഗിൽ തൈറോക്സിനെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വാട്ടറിൽ അയഡിൻ ഉണ്ടായിരിക്കണം. അതെവിടെയാണോ ജീവിക്കുന്നത് ആ വെള്ളത്തില് അയഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ ടാഡ്പോൾ, ഫ്രോഗിന്റെ ലാർവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. ഈ ടാഡ്പോൾ വളരുന്ന ആ ഒരു വാട്ടർ, ആ ഒരു വെള്ളത്തില് അയഡിൻ ഇല്ല എന്നുണ്ടെങ്കിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ ഈ ടാഡ്പോള് ഒരു യങ് ഫ്രോഗായിട്ട് മാറത്തില്ല. മനസ്സിലായോ? അപ്പം ഈ മെറ്റമോർഫോസിസ് അതായത് ലാർവയിൽ നിന്നും അഡൽറ്റിലേക്കുള്ള ഒരു ചേഞ്ചിനെ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇൻസെക്റ്റിലുണ്ട്, ഫ്രോഗിലുണ്ട് മെറ്റമോർഫോസിസ്. ഇൻസെക്റ്റിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻസെക്റ്റ് ഹോർമോൺ ആണ്. ഫ്രോഗിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ്. തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ ആണ് ഫ്രോഗിന്റെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഫ്രോഗില് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വെള്ളത്തിൽ അയഡിൻ വേണം. മനസ്സിലായോ? അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ ടാഡ്പോൾ ജീവിക്കുന്ന വെള്ളത്തില് സഫിഷ്യന്റ് അയഡിൻ ഇല്ല എങ്കിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കത്തില്ല. മനസ്സിലായോ? അപ്പം ഈ ടാഡ്പോള് ഒരു യങ് അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറത്തുമില്ല. ഇതാണ് മെറ്റമോർഫോസിസില് ഹോർമോണിന്റെ റോള്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. ഓക്കെ. ഈ ജാൻ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് ജാൻ? ഏത് ഹോർമോൺ ആണ്? ഷേസാദ, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഏത് ഹോർമോണാ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡ്? ആ സ്ക്രീനിൽ കാണുന്നില്ലേ? അഡ്രിനാലിൻ ഏത് ഹോർമോൺ ആണ്? അഡ്രിനൽ. ഓക്കെ. അഡ്രിനാലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്ട്രെസ് ആകുമ്പോഴോ പേടി വരുമ്പോഴൊക്കെ കാമാക്കാൻ വേണ്ടിട്ട്. ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ അഡ്രിനാലിന്റെ. ഇറ്റ് ഹെൽപ്സ് ദ ബോഡി ടു അഡ്ജസ്റ്റ് ടു സ്ട്രെസ് വെൻ വൺ ഈസ് വെരി ആംഗ്രി, എംബാരസ്ഡ് ഓർ വറീഡ്. അഡ്രിനാലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? It helps the body to adjust to stress when one is angry, embarrassed or worried.
ആ, embarrassed or worried. ഓക്കെ, മെറ്റമോർഫോസിസില് ഈ ഹോർമോൺസിന്റെ റോൾ എന്താണ്? എന്താണ് ഈ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ, ജാൻ? മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മെറ്റമോർഫോസിസ്? The change from larva to adult is called metamorphosis. മെറ്റമോർഫോസിസ് എന്താണ്? മെറ്റമോർഫോസിസ്. ഓക്കെ, ഇൻസെക്റ്റിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇൻസെക്റ്റിലോ? ഇൻസെക്റ്റില് തൈറോക്സിൻ. ഇൻസെക്റ്റിലെ കാര്യം ഞാൻ ചോദിച്ചേ. ഇൻസെക്റ്റിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇൻസെക്ട് ഹോർമോൺ. ഇൻസെക്ട് ഹോർമോൺസ്. ഓക്കെ, ഷെസാദ, ഫ്രോഗിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഫ്രോഗിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഏത് ഹോർമോണാണ്? ഏത് ഹോർമോണാണ് ഫ്രോഗിലെ മെറ്റമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇൻസെക്ട് ഹോർമോൺ. അത് ഇൻസെക്റ്റിലാണ്. ഞാൻ ഫ്രോഗിലെ കാര്യമാണ് ചോദിച്ചത്. ഫ്രോഗില് തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഏത് ഗ്ലാൻഡ് ആണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് ഫ്രോഗിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയോഡിൻ. എവിടെ വേണം അയോഡിൻ? ഫ്രോഗിലെ വാട്ടറിൽ അയോഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. വാട്ടറിൽ സഫീഷ്യന്റ് അയോഡിൻ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അഡൽട്സ് ആവാൻ പറ്റൂല. tadpoles cannot become adults, അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇതിലെ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചു. റീപ്രൊഡക്ഷന്റെ ഇതിനെല്ലാം നമ്മൾ പഠിച്ചു, അല്ലേ? സെക്സ് ഹോർമോൺസും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഓർഗൻസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇതേപോലെ ഇതിലൊക്കെ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് നമ്മൾ എപ്പോഴും നന്നായിട്ട് സൂക്ഷിക്കണം. ഹെൽത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ശരീരവും നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ മെന്റൽ വെൽബീയിങ്, മാനസികമായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, ഡോക്ടർ പറയണം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജിമ്മിൽ പോയി ഫിസിക്കലായിട്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നല്ല. അതും വേണം, മെന്റൽ ഹെൽത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് നോക്കണം. ഏത് ഏജിലും നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. ചുമ്മാ അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ കിട്ടുന്ന ഫുഡ് വാങ്ങിച്ച് ബേക്കറിയിൽ നിന്നും ജങ്ക് ഫുഡ്സ് പുറത്തു നിന്നുള്ള ഫുഡും ഒക്കെ വാരി വലിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ ഉണ്ട്, വ്യക്തി ശുചിത്വം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ചുമ്മാതെ കുളിക്കാതെ ഒന്നും നടക്കരുത്. 2 നേരം കുളിക്കണം, കുളിച്ച് നല്ല അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. ജിമ്മിൽ തന്നെ പോകണം നിർബന്ധമില്ല എക്സസൈസിന്.
നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നടക്കാമല്ലോ നിങ്ങൾക്ക്, രാവിലെ എണീറ്റ് നിങ്ങൾക്ക് നടക്കാം. അത് തന്നെ ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. അപ്പം പേഴ്സണൽ ഹൈജീൻ മസ്റ്റ് ആണ്, ഫിസിക്കൽ എക്സസൈസ് മസ്റ്റ് ആണ്. ഈ അഡോളസൻസ്, അതായത് നിങ്ങളുടെ ഈ ഒരു ഏജില്, അതായത് അഡോളസെന്റ് ഏജില് നമ്മുടെ ബോഡി വളരുന്ന സമയമാണ്. ബോഡി ഈസ് ഗ്രോയിങ് അല്ലേ? നമ്മുടെ ബോഡി വളരുന്ന സമയമാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. എപ്പോഴും നമ്മുടെ ബോഡി വളരുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ എപ്പോഴും അഡോളസെന്റ് ഏജിൽ നമ്മൾ പെട്ടെന്നാണ് വളരുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരുപാട് റാപ്പിഡ് ഗ്രോത്ത് ആണ്. നമ്മുടെ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ഈ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡയറ്റ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ആ സമയത്ത് ഡയറ്റ് കഴിക്കാൻ. അതായത് ബാലൻസ് ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ ആ സമയത്ത്. മനസ്സിലായോ? എപ്പോഴും ഒരു ബാലൻസ് ഡയറ്റിൽ പ്രോട്ടീൻസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം, ഫാറ്റ്സ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ശരിയായ അളവിൽ ഉണ്ടായിരിക്കണം. റിക്വിസിറ്റ് പ്രൊപ്പോർഷൻസ്, ആവശ്യമായ അളവിൽ നിങ്ങൾ കഴിക്കുന്ന ഡയറ്റിൽ ഒരു ബാലൻസ് ഡയറ്റ് ആകണമെങ്കിൽ അതിൽ പ്രോട്ടീൻസ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ്സ് വേണം, വൈറ്റമിൻസ് വേണം. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഇന്ത്യൻ മീൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിൽ റൈസ് ഉണ്ട്, റോട്ടി അല്ലേ, ചപ്പാത്തി ഉണ്ട്, ഡാല് കഴിക്കുന്നവരുണ്ട്, പൾസസ് പയറുവർഗ്ഗങ്ങൾ കഴിക്കും, നമ്മൾ വെജിറ്റബിൾസ് കഴിക്കും. ഇതൊക്കെ ശരിക്കും ഒരു ബാലൻസ്ഡ് മീലാണ്. അതേപോലെ തന്നെ മിൽക്ക് ഒരു ബാലൻസ്ഡ് ഫുഡാണ്. മിൽക്കിൽ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, ഇതെല്ലാം മിൽക്കിലുണ്ട്. മിൽക്ക് ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടാണ്. എന്നുവെച്ച് മിൽക്ക് പാല് മാത്രമേ കുടിക്കാമെന്നല്ല, വെജിറ്റബിൾസ് കഴിക്കണം, പൾസസ് കഴിക്കണം. പിന്നെ ഒരു ഓവറോൾ ഒരു മിൽക്ക് പാലെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫുഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് നമുക്ക് നറിഷ്മെന്റ് തരും. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ കാര്യം എടുത്താൽ, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് എവിടുന്നാണ് നറിഷ്മെന്റ് കിട്ടുന്നത്? മദേഴ്സ് മിൽക്ക്, അമ്മയുടെ പാലിൽ നിന്നാണ് അവർക്കെല്ലാം കിട്ടുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് അയൺ റിച്ച് ഫുഡ് കഴിക്കണം. എപ്പോഴും നിങ്ങളുടെ ബ്ലഡിൽ അയൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ വിളർച്ച വരും, നിങ്ങൾക്ക് വിളർച്ച അനുഭവപ്പെടും. നിങ്ങൾക്ക് അയൺ ഇല്ല എന്നുണ്ടെങ്കിൽ അനീമിക് ആകും, പെട്ടെന്ന് വിളർച്ച അനുഭവപ്പെടും ശരീരത്തിന്. അതായത് തലകറക്കം, നമുക്കൊരു ഉന്മേഷമില്ലായ്മ, ഒരു എനർജി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും ബ്ലഡിൽ അയൺ ഇല്ലെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എപ്പോഴും അയൺ റിച്ച് ഫുഡ് കഴിക്കണം. അതായത് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ജാഗറി, ശർക്കര, അതിൽ അയണുണ്ട്, മീറ്റ് അയണുണ്ട്, സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈ നാരങ്ങ, ഓറഞ്ച്, ഇതിലൊക്കെ അയണുണ്ട്. ഇന്ത്യൻ ഗൂസ്ബെറി, അതായത് നെല്ലിക്കയിൽ ശരിക്കും അയണുണ്ട്, ഗൂസ്ബെറിയിൽ നല്ല അയണുണ്ട്. ഇതൊക്കെ അയൺ അടങ്ങിയ ഫുഡാണ്. പോമഗ്രാനേറ്റ് ഉണ്ട്, ഇതിലും അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പം എപ്പോഴും അയൺ റിച്ച് ഫുഡും കഴിക്കണം. അയൺ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ്, ജാഗറി, മീറ്റ്, സിട്രസ്, ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ് അത്. ഇതൊക്കെ അഡോളസെന്റ് ഏജിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡുകളാണ്. ലഞ്ചിനായാലും ഡിന്നറിന്, നിങ്ങൾ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എന്തായിരിക്കും കഴിക്കുന്നത് എപ്പോഴും? ഇന്ന് ഡിന്നറിന് എന്താ നിങ്ങൾ കഴിച്ചത്? ഷെഹസാദ എന്താ ഡിന്നറിന് കഴിച്ചോ? ഡിന്നർ കഴിച്ചോ? കഴിച്ചു. എന്താ കഴിച്ചേ? ഇന്ന് നൂഡിൽസ് കഴിച്ച്. കണ്ടോ, നൂഡിൽസ് ഹെൽത്തി ആണോ? അല്ല. അല്ല. ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു ഏജില് എന്നും നൂഡിൽസ് വല്ലപ്പോഴും കഴിക്കാം, എന്നും നിങ്ങൾ കഴിക്കരുത്. എന്നും കഴിക്കണില്ല. പിന്നെ ജാൻ കഴിച്ചോ ഫുഡ്?
എന്താ കഴിച്ചേ ഡിന്നറിന്? ചോറ്, ആ, ചോറിന്റെ കൂടെ എന്താ കഴിച്ചേ? ചിക്കൻ കറി. ആ, എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നോക്കണം. അതുപോലെ തന്നെ സെറിയൽസ് കഴിക്കണം. സെറിയൽസ് ആണ് നമുക്ക് എനർജി ഗിവിങ് ഫുഡാണ് സെറിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ മിൽക്ക്, മീറ്റ്, നട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നട്ട്സ് കഴിക്കണം. HB ഒക്കെ ഉണ്ടാകും, നട്ട്സ് നല്ലതാണ്. അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പൾസസിൽ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളെ ഫാറ്റും ഷുഗറും അടങ്ങിയ ഫുഡ്, കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഫുഡും നമുക്ക് എനർജി തരും. എനർജി ഗിവിങ് ഫുഡാണ് അതൊക്കെ. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ എന്തിനാ കഴിക്കുന്നേ? അവര് പ്രൊട്ടക്റ്റീവ് ഫുഡാണ്. നമ്മളെ രോഗങ്ങളിൽ നിന്നും, ഡിസീസസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും നമ്മളെ ഡിസീസസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫുഡാണ്. അവരെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കഴിക്കും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ചിപ്സ്, സ്നാക്കുകൾ കഴിക്കും, ഭയങ്കര ടേസ്റ്റ്, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ? ചിപ്സ് ആയാലും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ചിപ്സ് ഒക്കെ ആയാലും ഈ സ്നാക്സ്, ഈ എന്താണ് ലേസ്, ബിങ്കോ, അങ്ങനത്തെ കുറെ സ്നാക്സ് ഒക്കെ നിങ്ങൾ കഴിക്കും. ഇത് ടേസ്റ്റിയാണ്, കുഴപ്പമില്ല. പക്ഷെ അത് റെഗുലറായിട്ട് നിങ്ങൾ ഉപയോഗിക്കും. ചിലരുണ്ട് ഇത് കൊച്ചുകുട്ടികൾ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ, വീട്ടിലെ ഫുഡ് ഒന്നും കഴിക്കത്തില്ല. അങ്ങനെയല്ല, റെഗുലർ ആയിട്ട് ഇതൊന്നും ഈ ഒരു ഫുഡൊന്നും കഴിക്കരുത്. കാരണം ഇതിനകത്ത് ന്യൂട്രീഷണൽ വാല്യൂ ഒരുപാട് കുറവാണ്. എപ്പോഴും അഡോളസെന്റ് ഏജില് നിങ്ങൾ ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ജങ്ക് ഫുഡ്സ് കഴിക്കാം, എന്നും കഴിക്കരുത്. റെഗുലറായിട്ട് നിങ്ങൾ ഒരിക്കലും ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കാതിരിക്കുക. മിൽക്കും എഗ്ഗും ഒക്കെ നിങ്ങൾ കഴിക്കണം കേട്ടോ. പിന്നെ പറഞ്ഞത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ ബാത്ത് അറ്റ്ലീസ്റ്റ് വൺസ് എവറി ഡേ. പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. വൺസ് അല്ല, ട്വൈസ് എങ്കിലും, രാവിലെയും വൈകിട്ടും. ഇവിടെ വൺസാ പറഞ്ഞേക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ട്വൈസ് എ ഡേ, 2 നേരമെങ്കിലും കുളിക്കണം. എന്താണെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു ഈ ടീനേജേഴ്സില് സ്വെറ്റ് ഗ്ലാൻസ്, അതിന്റെ ആക്ടിവിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. കാരണം വിയർപ്പ്, ഒരുപാട് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങളുടെ ബോഡിയിൽ. അപ്പൊ ആ ബോഡിക്ക് വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പം ആ ബോഡിയെ നിങ്ങൾ ഫ്രഷ് ആക്കി വെക്കാനായിട്ട് വൺസ് എ ഡേ, എവറി ഡേ, ദിവസവും കുളിക്കണം. ഞാൻ പറഞ്ഞ ട്വൈസ് എ ഡേ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ട്വൈസ് എ ഡേ എങ്കിലും നിങ്ങൾ കുളിക്കുന്നത് നിങ്ങളുടെ ബോഡിക്ക് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഒരു അഡോളസെന്റ് ഏജില് സെറ്റ് ഗ്ലാൻസിന്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങളുടെ ബോഡി വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയുടെ എല്ലാ പാർട്സും ഷുഡ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ് എവറി ഡേ. എന്നും നിങ്ങൾ വാഷ് ചെയ്ത് നിങ്ങളുടെ മുഖം, അതുപോലെ ഫേസ്, ഈ സെറ്റ് ഗ്ലാൻസ്, സെബേഷ്യസ് ഓയിൽ ഗ്ലാൻസിന്റെ ആക്ടിവിറ്റി കൂടുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് എന്ത് വരും? പിമ്പിൾസ് ഒക്കെ വരുന്ന ഒരു ഏജ് ആണ് നിങ്ങളുടെ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പം ഫേസ് ഒക്കെ എപ്പോഴും നല്ല, ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ പൊടിയൊക്കെ, ഡസ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ, പൊടിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുഖം നല്ലപോലെ സോപ്പ് ഇട്ടോ അല്ലെ ഫേസ് വാഷ് ഇട്ടോ വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ പിമ്പിൾസ് വരും. ഈ ഓയിലും പൊടിയും എല്ലാം കൂടെ മുഖത്തിരുന്ന് പിമ്പിൾസ് വരും. അതുകൊണ്ടാണ് പുറത്ത് പോയിട്ട് വരുന്ന ഉടനെ കൈയും മുഖവും ഒക്കെ വൃത്തിയായിട്ട് കഴുകണം എന്ന് പറയുന്നത്. കാരണം ഡസ്റ്റ് ഒക്കെ മുഖത്തിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭയങ്കര പേഴ്സണൽ ഹൈജീൻ ഈ ഒരു ഏജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഒരു ക്ലീൻലിനെസ്, അതായത് ക്ലീൻലിനെസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും.
ഗേൾസ് എന്ന് പറയുന്ന അവര് മെനിസ്ട്രൽ പീരീഡ് സമയത്ത് അവര് വളരെയധികം ക്ലീൻ ആയിട്ടിരിക്കണം. ബോഡി എന്ന് പറയുന്നത് പാർട്സ് യൂസ് ചെയ്യുന്നതും മെൻസ്ട്രേഷൻ സമയത്ത് ഇതൊക്കെ വളരെയായിട്ട് ചേഞ്ച് ചെയ്യണം. അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാവുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് ഏതാണ്? ജിമ്മിൽ പോകുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും? ഞാൻ പോണില്ല. ജാൻ പോകുന്നുണ്ടോ? ജാൻ പോകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ജിമ്മ് അങ്ങനെയൊന്നും പോകേണ്ട ഒരു ഏജ് അല്ല. വാക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് എക്സസൈസ് ആണ്. അതുപോലെ തന്നെ പ്ലേയിങ്, കളിക്കുന്നത് ഫ്രഷ് എയറിൽ കേട്ടോ, പൊടിയൊന്നും ഇല്ലാത്ത ഫ്രഷ് എയറിൽ നിങ്ങൾ കളിക്കാൻ പോകും എപ്പോഴെങ്കിലും, ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ പോവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആ പ്ലേയിങ് എന്ന് പറയുന്നത്, കളി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോഡി ഫിറ്റ് എപ്പോഴും അങ്ങ് കളിക്കണമെന്നല്ല, പഠിത്തമേ വിട്ട് പഠിക്കാതെ അങ്ങ് കളിച്ചു നടക്കണം എന്നല്ല പറയുന്നത്. ഒരു സമയമുണ്ടല്ലോ, ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കളിക്കാം നിങ്ങൾക്ക്. ഫ്രഷ് എയറിൽ പ്ലേ വളരെ ബോഡിയെ ഫിറ്റ് ആൻഡ് ഹെൽത്തി ആക്കും. വാക്കിംഗ്, നടക്കുന്നതും നല്ലതാണ്. അപ്പം എല്ലാ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഷുഡ് ടേക്ക് വാക്സ്, എക്സസൈസ്, പ്ലേ ഔട്ട്ഡോർ ഗെയിംസ്. ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുക. ബോഡി ഒട്ടും അനങ്ങാതിരിക്കരുത്. കാരണം ബോഡി അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ പല പല അസുഖങ്ങളും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ബോഡി എപ്പോഴും എന്ത് ചെയ്യണം? ഡിസീസിനോട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോഡിയെ ഫിറ്റ് ആക്കി വെക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും ഈ ചെറുപ്പക്കാര്, ഒരു അഡോളസെന്റ് ഏജിലും ടീനേജേഴ്സും ഒക്കെ ഡ്രഗ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ സേ നോ ടു ഡ്രഗ്സ്. ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കരുത്. മനസ്സിലായോ? എപ്പോഴും നമ്മളെ ഈ ഒരു അഡോളസെന്റ് ഏജിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും എല്ലാം നോർമലാണ്. നിങ്ങൾ വിചാരിക്കും, യോ എന്റെ അഡോളസെന്റ് ഏജിൽ എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. അതൊന്നും ഒരിക്കലും അല്ല. നിങ്ങളുടെ ഈ ഒരു ഏജ് അങ്ങനത്തെ ഏജാണ്. നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യുക? ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ബോഡി പാർട്ട്, നിങ്ങളുടെ മസിലുകള്, നിങ്ങളുടെ ബോൺസ് ഒക്കെ വളരുന്ന ഒരു പ്രായമാണ്. അത് നിങ്ങളുടെ ആ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾ നോർമൽ ആവും. ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ നോർമലായിട്ടുള്ള ഒരു ഭാഗമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ചിലർ പറയും, വിഷമിച്ചിരിക്കുമ്പോൾ ചിലർ പറയും ഡ്രഗ്സ് ഒക്കെ കഴിച്ച വിഷം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സേ നോ ടു അൺലെസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. ശരിക്കും അസുഖമൊക്കെ പനി വരുമ്പോൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ മെഡിസിൻ എടുക്കാവൂ. മെഡിക്കൽ സ്റ്റോറിൽ പോയി എനിക്ക് പനി, ഒരു മെഡിസിൻ താ, അല്ലെ അത് താ, ഇത് താ, അങ്ങനെ ഒന്നും പറയരുത്. ഡോക്ടറെ കാണുക, ഡോക്ടർ എന്ത് പറയുന്നു ആ ഒരു മെഡിസിൻ എടുക്കുക. അതുപോലെ ഒരിക്കലും ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോർമലി പോവുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളോടും നോ പറയുക. നോ പറയാൻ ശീലിക്കുക. മനസ്സിലായോ? ഡ്രഗ്സ്, ആൽക്കഹോള്, സ്മോക്കിംഗ്, ഇതൊക്കെ നമ്മുടെ ബോഡിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്ക് അതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല. അത് നശിച്ച് നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്, ഇതിനെയെല്ലാം ഇത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ? അപ്പൊ അതുകൊണ്ട് ഡ്രഗ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതിനോടൊക്കെ നോ പറയുക. പിന്നെ നിങ്ങൾ ഒരു ഡിസീസ് കേട്ടിട്ടുണ്ട്, എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. എയ്ഡ്സ് കേട്ടിട്ടുണ്ടോ? എയ്ഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല?
ന്യൂസ് പേപ്പറിലോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ്? എയ്ഡ്സ് ഡിസീസാണ്. അല്ല, ഈ ഹിയറിംഗ് എയ്ഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ എയ്ഡ് അല്ല, അതല്ല എയ്ഡ്സ്. ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് HIV വൈറസ് ആണ്. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ നിങ്ങളുടെ ബ്ലഡ് ഒക്കെ എടുക്കുന്നത് പുതിയ സിറിഞ്ച് വെച്ചല്ലേ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാ? നമ്മളെ ബ്ലഡ് വേറെ ബ്ലഡിലേക്ക് പോകാതിരിക്കാൻ. അതായത് ഈ എയ്ഡ്സ് ഒക്കെ ബ്ലഡിൽ കൂടിയാ പകരുന്നത്, സിറിഞ്ചിൽ കൂടി. ചിലപ്പോ എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ സിറിഞ്ച് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ വൈറസ് നമ്മുടെ ശരീരത്തിലെ HIV വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അതുകൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പുതിയ സിറിഞ്ചാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മൾ സിറിഞ്ച് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവര് പുതിയ സിറിഞ്ചാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പുതിയ സിറിഞ്ചസ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മളെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്? അതേപോലെ തന്നെ ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ അമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ടെന്നിരിക്കട്ടെ, മദറിന് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് അത് എങ്ങനെ കിട്ടും? അമ്മയിൽ നിന്നുള്ള മിൽക്ക്, പാലിൽ നിന്നും, അമ്മയുടെ പാലിൽ നിന്നും അത് കിട്ടും. എയ്ഡ്സ് ഈ വൈറസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്നത്. അതുപോലെ സെക്ഷൽ കോണ്ടാക്ട് വഴി പകരും. അതായത് ചുമ്മാ അല്ല, HIV ഉള്ള ഒരു വ്യക്തിയുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് നടത്തുമ്പോൾ ആ വൈറസ് നമ്മളിലേക്ക് വരും. അല്ലാതെ എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ സംസാരിച്ചെന്ന് വിചാരിച്ചോ, അവർക്ക് ഷേക്ക് ഹാൻഡുകൾ കൊടുത്തെന്നോ, അവരെ കെട്ടിപ്പിടിച്ചെന്നോ വിചാരിച്ച ആ വൈറസ് പകരത്തില്ല. പക്ഷെ ഈ വൈറസ് പകരുന്നത് ഇങ്ങനെയാണ്. HIV വൈറസ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് നടത്തുമ്പോൾ ഈ HIV പകരുന്നു. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ഇൻഫന്റില്, ആ അമ്മയുടെ കുഞ്ഞിലേക്ക് പാലിൽ കൂടി, അസുഖമുള്ള വ്യക്തിയിൽ നിന്നാണ്, നോർമലായിട്ടുള്ള വ്യക്തിയുടെ കാര്യമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തിക്ക് എയ്ഡ്സ് ഉണ്ടോ നമുക്കറിയില്ല, ആ വ്യക്തിയെ ഇഞ്ചെക്ട് ചെയ്ത് സിറിഞ്ച് വെച്ച് നമ്മളെ ഇഞ്ചെക്ട് ചെയ്താൽ വരുന്നു. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ഒരിക്കലും പുതിയ സിറിഞ്ചാണല്ലോ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതാണല്ലോ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ അല്ല ബയോളജിയുടെ? റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ്. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ജാൻ ലെഫ്റ്റ് ആയി പോയോ? ജാന്റെ കൈയ്യട്ടി പോയിക്കായിരുന്നു. ജാന്റെ കൈയ്യട്ടിയും പുറത്തു പോയിട്ടുണ്ടാവും. ശരി. അപ്പം ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങളുടെ റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതില് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നിങ്ങൾ അഡോളസന്റ് ഏജിൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. അതേപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതിലെ സെക്സ് ഹോർമോൺസ്, അതുപോലെ തന്നെ ഒരു ബേബി അത് ബോയ് ആണോ ഗേൾ ആണോ അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ക്രോമസോമുകളാണ്. ക്രോമസോമുകൾ എങ്ങനെയത് ഡിറ്റർമൈൻ ചെയ്യുന്നു? എങ്ങനെയാണത് ബോയ് വെദർ ഇറ്റ് ഈസ് എ ബേബി വെദർ ഇറ്റ് ഈസ് എ ബോയ് ഓർ ഗേൾ, അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു.
പിന്നെ നമ്മൾ കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ഇൻസെക്റ്റിലും ഫ്രോഗിലും മെറ്റമോർഫോസിസിന് ഹോർമോൺസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽസിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അയാൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യം ചെയ്യാൻ വെക്കണം. ഫിസിക്കൽ ഹെൽത്ത് മാത്രം നോക്കിയാൽ മതിയോ? ഫിസിക്കൽ ഹെൽത്തോ? അല്ല, മെന്റലും നോക്കണം. ബോത്ത് മെന്റലും ഫിസിക്കലും കൂടെ ചേരുന്നതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ജാൻ, ബാലൻസ് ഡയറ്റ് ഷേർസാദ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കാലറീസും പ്രോട്ടീൻസും എല്ലാതരം ന്യൂട്രിയൻസും ഒരേ ലെവലിൽ കഴിക്കുക. അത് ഇംഗ്ലീഷിൽ പറയണേ. ദാറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മീൽസ് ഇൻക്ലൂഡ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് വൈറ്റമിൻസ് ഇൻ റിക്വിസിറ്റ് പ്രൊപ്പോർഷൻസ്. ഓക്കെ. ഒരു ബാലൻസ്ഡ് ഫുഡിന്റെ പേര് പറയാമോ? ബാലൻസ്ഡ് ഫുഡിന്റെ പേര് ആപ്പിൾ. അല്ല, മിൽക്ക് ഒരു ബാലൻസ്ഡ് ഫുഡാണ് കേട്ടോ. ഓക്കെ. അതുപോലെ അയൺ റിച്ച് ഫുഡ്, കുറച്ച് അയൺ റിച്ച് ഫുഡിന്റെ പേര് പറയുമോ ജാൻ? അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ്. എപ്പോഴും അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ബോഡി എപ്പോഴും ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അയൺ റിച്ച് ഫുഡ് കഴിക്കണം. അയൺ റിച്ച് ഫുഡ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെ ഫുഡിൽ കൂടിയാണ് നമുക്ക് അയൺ കൂടുതലായിട്ട് കിട്ടുന്നത്? ഞാൻ ഏതൊക്കെയാണ് ഷേർസാദ? ഏതൊക്കെ ഫുഡിൽ കൂടിയാണ് കിട്ടുന്നത്? എന്ത് അയൺ? അയണോ? അയൺ ഇതിലിട്ടൂലേ? അറിയാ, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ജാഗറി, ശർക്കര, മീറ്റ്, ഇറച്ചി, സിട്രസ്, ഗൂസ്ബെറി ഉണ്ട്, ഇന്ത്യൻ ഗൂസ്ബെറി, ഞാൻ പറഞ്ഞില്ല നെല്ലിക്ക. ഇതൊക്കെ അയൺ റിച്ച് ഫുഡുകളാണ്. അയൺ റിച്ച് ഫുഡാണ് ഇതൊക്കെ. എപ്പോഴും അയൺ റിച്ച് ഫുഡ് കഴിക്കണം നമ്മൾ. അതുപോലെ പേഴ്സണൽ ഹൈജീന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. കാരണം വാക്കിംഗ്, പ്ലേയിങ് ഇൻ ഫ്രഷ് എയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്ഡോർ ഗെയിംസ് എപ്പോഴും നിങ്ങൾ കളിക്കണം. ഇപ്പൊ എല്ലാവരും ഇൻഡോർ ഗെയിംസ് മാത്രം മൊബൈലിൽ ഗെയിം കളിക്കുന്നു അല്ലെ? ഇതല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ഗെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഔട്ട്ഡോർ ഗെയിംസ് നമ്മൾ ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും കളിക്കണം. എങ്കിലേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ബയോളജിയെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ ഈ പഠിപ്പിച്ചതൊക്കെ പോയി ഒന്ന് റിവൈസ് ചെയ്യണേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.